ഹായ്, ഞാൻ തീർത്ത. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രിന്റിംഗ് ബ്ലോക്ക് ഉണ്ടാക്കാം. പ്രിന്റിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വുഡൻ പ്രിന്റിംഗ് ബ്ലോക്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ അത് ഏറ്റവും നല്ലതാണ്. നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ബോട്ടിൽ ആർട്ട് മാത്രമല്ല, ഫാബ്രിക്കിൽ പ്രിന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിനെ കൊണ്ട് പറ്റും. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ഒരേ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഡിസൈൻ ചെറുതായിട്ടും ചില ഡിസൈൻ വലുതായിട്ടും അങ്ങനെ എന്താ നമ്മൾ ചെയ്യുന്ന വർക്കൊരു ഫിനിഷ് ഇല്ലാതെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രിന്റിംഗ് ബ്ലോക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഈസി ആയിട്ട് നമുക്കിത് പെയിന്റിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ബോട്ടിലിന്റെ മേലെയാണോ ഇതിന്റെ മേലെയാണോ അത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈവൺ ആയിട്ടുള്ള ഡിസൈൻ എല്ലായിടത്തും കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നെങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സിമ്പിൾ ഡിസൈൻസ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് ആയി കിടക്കുന്ന തെർമോക്കോളിന്റെ പീസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തെർമോക്കോളിന്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കുറച്ച് തെർമോക്കോളിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എല്ലാം ഒരേ ഷേപ്പും സൈസൊന്നും അല്ല. നമുക്കിഷ്ടമുള്ള നമുക്ക് എത്ര വലുപ്പം വേണം പാറ്റേണിന് അതിനനുസരിച്ചിട്ട് നമുക്ക് സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നെങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. അതിനു മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പ്രിന്റിംഗ് ബ്ലോക്കിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഈ തെർമോക്കോൾ. അപ്പോൾ തെർമോക്കോൾ ഇങ്ങനെ കുറച്ച് കട്ടി കൂട്ടിയിട്ടും കട്ടി കുറച്ചിട്ടൊക്കെ തിന്നായിട്ടും തിക്കായിട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏത് പാറ്റേൺ ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പവും ഇതിൻ്റെ വണ്ണവും ഒക്കെ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച് പീസുകൾ. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു സ്കെച്ച് പെന്നോ പെൻസിലോ ആണ് മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ സ്കെയില്, ഇതേപോലെ ഒരു നൈഫ് വേണം, പിന്നെ ഗമ്മ് വേണം. നൈഫ് എടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള നൈഫ് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് തെർമോക്കോൾ കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഡിസൈൻ നമുക്കിതിൽ വരച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ലൈൻസാണ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ഒന്ന് വരച്ചിട്ട് വരാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവും ഒന്നും എടുത്തിട്ടില്ല. ഫ്രീ ആയിട്ട് ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ വരക്കാം. അപ്പോൾ ഞാനിങ്ങനെ പെൻസിൽ വെച്ചിട്ട് ആദ്യത്തെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിവിടെ സ്കെച്ച് പെൻ കൊണ്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഞാനൊരു ഡിസൈൻ ആദ്യത്തെ ബ്ലോക്ക് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ നൈഫ് വെച്ചിട്ട് ഈ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻസിലൊക്കെ കട്ട് കൊടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് താഴെ വരെ കട്ട് ചെയ്ത് തെർമോക്കോളിൻ്റെ മൊത്തത്തിൽ കട്ട് ചെയ്യരുത്. നമ്മൾ വരച്ച ലൈൻസിൽ ഇതേപോലെ ഒരു വി ഷേപ്പിൽ, ചെറിയൊരു വി ഷേപ്പിൽ ഒന്ന് നൈഫ് ചെരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ ബ്ലോക്കിൽ വരച്ചിരിക്കുന്ന ലൈൻസിലെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം. നല്ല ആഴത്തിൽ കട്ട് ചെയ്യണ്ട, കുറച്ച് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ടർ അല്ലെങ്കിൽ നൈഫ് എപ്പോഴും കുറച്ച് ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. കുത്തനെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഈ ഒരു ഡിസൈൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തതുപോലെ തിക്കായിട്ടുള്ളൊരു പീസല്ല എടുത്തിട്ടുള്ളത്, തിന്നായി കട്ട് ചെയ്തിട്ടുള്ള ഒരു തെർമോക്കോളിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഷേപ്പ് വരക്കുകയാണ് ചെയ്യുന്നത്.
ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തതുപോലെ വി ഷേപ്പിൽ കട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് വലിയൊരു പീസിൽ, അതായത് വലിയൊരു തെർമോക്കോളിൻ്റെ പീസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വലിയൊരു പീസിൻ്റെ മേലേക്ക് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഡിസൈൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് അടുത്തതൊന്ന് ചെയ്ത് നോക്കാം. അടുത്തതിന് നമ്മൾ ഒരു തിന്നായിട്ടുള്ള ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും അടപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് കുഞ്ഞിയൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ, ഇതുവരെ 2 പീസ് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വലിയൊരു തെർമോക്കോളിൻ്റെ പീസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത ബ്ലോക്ക് ഒരു പൈനാപ്പിളിൻ്റെ ഡിസൈനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഡിസൈനിൽ ചെയ്യുമ്പോൾ ഞാനിവിടെ 2 പീസിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് വ്യത്യസ്തമായിട്ട്, അതായത് പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്രൂട്ട് പാർട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസിലും ആ ലീഫ് പാർട്ട് വേറൊന്നിലായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒന്ന് യെല്ലോ കളറും മറ്റേത് ഗ്രീൻ കളറുമാണ്. നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഡിസൈൻ ഒന്ന് സ്കെച്ച് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ലീഫ് പോർഷനും കൂടെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്ക് പൈനാപ്പിളിന് ഒരു ലൈൻസ് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം, നമ്മൾ ആദ്യമൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ വലിയൊരു പീസിൽ ഇത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് 2 വലിയ പീസിൽ 2 ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിൽ തന്നെ 2 കൂടെ ഒരുമിച്ച് ഒട്ടിക്കുന്നില്ല, 2 സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൂട്ടും ലീഫും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 2 കളറാണല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഡിപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബ്ലോക്കിലാണ് 2 ഉള്ളതെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കളറിൽ ഈ ഒരു ഫ്രൂട്ട് പോർഷൻ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലേക്ക് നമുക്ക് ആ ഒരു ലീഫി പാർട്ടും കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനി കുറച്ച് വലിയൊരു തെർമോക്കോളിൻ്റെ പീസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പ്രിൻറ്റിങ് ബ്ലോക്സ് ഒക്കെ റെഡിയാവും. അതിനുശേഷം നമുക്ക് ഒന്ന് പേപ്പറിലും എന്തെങ്കിലും തുണിയിലൊക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ വർക്കാവും എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടീ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. മുമ്പ് ജേണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ടീ ഡൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പറിൽ നമുക്കിന്നൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിളിൻ്റെ തന്നെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് സർഫസിലാണോ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡിപ്പ് ചെയ്യുന്നത്, അതായത് പെയിൻറ്റ് നമ്മൾ എവിടെയാണോ വെക്കുന്നത് ആ ഒരു സർഫസ് നല്ല സ്മൂത്തായിട്ട്, അതായത് അതിൻ്റെ സർഫസ് നല്ല ഈവണായിട്ട് ഇരിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ഈ ഒരു ബ്ലോക്കിൽ എല്ലാ സ്ഥലത്തും എത്തില്ല. ഈവണായിട്ട് നമുക്ക് ആ ഒരു പെയിൻറ്റ്
നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡിസൈനും അതിനനുസരിച്ചിട്ട് മോശമായി പോവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ വീഡിയോ പോസായി പോയതാണ്. അപ്പോൾ ആ ഒരു പൈനാപ്പിൾ ഡിപ്പിൻ്റെ ആ ഒരു ബ്ലോക്ക് ഡിപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് അതിൻ്റെ ലീഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പേപ്പറിലേക്ക് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉള്ള ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇഷ്ടംപോലെ ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പൈനാപ്പിളിൻ്റെ നേരത്തെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ഇതേപോലെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമുക്ക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് പല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.